ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചീസ് ബോൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. വലിയൊരു ബൗളിലേക്ക് മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തതാണ്. ചെറുതാണെങ്കിൽ 5-6 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും. ക്യാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ, ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ചതച്ചതും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. റെഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടിയും ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന ഉള്ളി ക്യാപ്സിക്കത്തിനേക്കാളൊക്കെ കൂടുതലായിരിക്കണം ഉരുളൻകിഴങ്ങ് കുറവായിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു ഡോയിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. ഇനി കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ പരത്തിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ബോൾസ് എടുക്കാം. ഇനി അതൊന്നിങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. ഇനി ചീസ് ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ആയിട്ടൊന്നിങ്ങനെ കവർ ചെയ്തെടുക്കാം. നല്ലൊരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം. കുറേശ്ശെ എടുത്തൊന്ന് ബോളാക്കിയതിന് ശേഷം ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പം എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടി മൈദ നല്ല ലൂസിൽ കലക്കി എടുത്തിട്ടുണ്ട്. മൈദ മിക്സിന് പകരം എഗ്ഗിൽ മുക്കിയെടുത്താലും മതി. പിന്നെ 4-5 ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളെടുത്ത് മൈദയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഒന്ന് മൈദയിൽ മുക്കിയിട്ട് 2ാം വട്ടം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ എല്ലാതും ചെയ്തെടുക്കാം. ആദ്യം മൈദയിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. വീണ്ടും മൈദയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ തന്നെ കോട്ട് ചെയ്തെടുക്കുക. എല്ലാതും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഓരോ ബോൾസ് ഇട്ടിട്ട് 2 സൈഡും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ കളർ ആയപ്പോൾ ഞാനിതൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 സൈഡും ഗോൾഡൻ കളർ ആയതിന് ശേഷം എണ്ണയിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ സോസൊക്കെ കൂട്ടി സെർവ് ചെയ്യാം. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. പുറഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ചീസിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.